ഞാൻ ഈ അടുത്ത് കുറേ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. മാർക്ക് ലിസ്റ്റിൽ A+ കിട്ടിയ കുറേ കുട്ടികളുടെ പരിപാടികളായിരുന്നു. മാർക്ക് ലിസ്റ്റിൽ A+ കിട്ടിയ കുറേ കുട്ടികളുടെ പരിപാടികൾ. ആയുസിൻ്റെ പുസ്തകത്തിൽ ഫുൾ A+ വാങ്ങിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ ഞാൻ എൻ്റെ ആയുസ്സിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ശരിക്കുമല്ലേ, നമ്മൾ കുട്ടികളെ കണ്ട് പഠിച്ചാൽ മതി. നമ്മൾ കാര്യമായിട്ട് ഉപദേശിക്കാറുള്ള കുട്ടികളെയാണ്. സത്യത്തിൽ കുട്ടികളിൽ നിന്ന് പഠിക്കാനാണ് ഉള്ളത് മുഴുവനും. നമ്മുടെ മോന് ഒരു 10 വയസ്സുള്ള സമയത്ത് 2 വർഷം മുമ്പാണ് ഒരു അവനെ കൊണ്ട് സ്കൂളിലേക്ക് പോവാം. വണ്ടി ഓടിച്ചിട്ട്, അവൻ്റെ ബസ് പോയതുകൊണ്ട് വണ്ടി ഓടിച്ചിട്ട് പോവാം. ആ സമയത്ത് ചെറിയ റോട്ടിലൂടെ പോണേ, എതിരെ ഒരു ടിപ്പർ ലോറി വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ സൈഡ് കൊടുത്തു. ടിപ്പർ ലോറി നമുക്ക് സൈഡ് തന്നു. പക്ഷേ നമ്മൾ സൈഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ടിപ്പർ ലോറിയുടെ പിറകിൽ ഒരു ബൈക്ക് നല്ല വേഗതയിൽ വന്ന് നേരെ ഈ സൈഡിലേക്ക് കട്ട് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും തകർന്നുപോയി. ആ ബൈക്കിലൊരു അമ്മയും മോനുമാണ് ഉള്ളത്. 2 ആൾ റോട്ടിലേക്ക് വീഴുകയും ചെയ്തു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും വന്നു, ഓടിക്കൂടി. ആ അമ്മ വീണിട്ട് തല പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ട്. ആ ലോറിയുടെ ടയറിൻ്റെ തൊട്ടടുത്ത് പോയിട്ടാണ് അമ്മയുടെ തലഭാഗം കിടക്കുന്നത്. കണ്ട പേടിയോ. എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ മനസ്സിൽ മുഴുവനും ഈ വണ്ടി കേടുവന്നതിനെ കുറിച്ചാണ്. നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും പോയി. കുറേ യാത്രകളുണ്ട്, അതൊക്കെ ഇനി വേറെ മാർഗം അന്വേഷിക്കേണ്ടി വരും. ഇതിൽ യാത്ര ചെയ്യാൻ കഴിയില്ല, വർക്ക്ഷോപ്പിൽ കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു കരച്ചിൽ കേൾക്കുന്നത്. അപ്പം പിറകിലെ സീറ്റിൽ ഇരിക്കുന്ന നമ്മുടെ മോനാണ് കരയുന്നത്. അപ്പം നോക്കുമ്പോൾ എൻ്റെ ചുണ്ട് പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ട്. വണ്ടി ഇടിക്കുന്നതിനിടയിൽ എൻ്റെ മുഖം ഇവിടെ പോയിട്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പം നല്ല ചോര വരുന്നുണ്ട്. ഇവർ അതിങ്ങനെ തുടച്ചുകൊണ്ടൊക്കെ അറിയണേ. അപ്പം ഞാനവനോട് ചോദിച്ചു, ആശുപത്രിയിൽ പോകണോ മോനെ, മരുന്ന് തേക്കണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഇവൻ വേണ്ട എന്നാണ് പറയണേ. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെന്തിനാ കരയണേ? അപ്പം അവൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നോട് പറഞ്ഞു, അബ്ബാ, ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? അവിടെ തല പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ട്. വണ്ടിയുടെ മുൻഭാഗം കേടുവന്നതിൻ്റെ പേരിൽ മനസ്സ് വിഷമിക്കുന്ന ഞാനാണോ? ആരുമല്ലാത്തൊരമ്മയുടെ തല പൊട്ടി ചോര വരുന്നതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ മോനാണോ വലിയ മനുഷ്യൻ? മോനല്ലേ വലിയ മനുഷ്യൻ അല്ലേ? തുർക്കിയിലൊരു വലിയ എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അങ്കിൾ ഇദ്രീസ് എന്നാണ്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷെ പോലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് പുറത്തിറങ്ങിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ലവ് സ്റ്റോറി എ ഡിഫറെൻ്റ് കൈൻഡ് എന്നാണ്. കുറേ കഥകളാണ്, സ്നേഹത്തിൻ്റെ കഥകളാണ്. അതിലൊരു കഥ എന്താണെന്നറിയോ? ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ബാഗ്ദാദിൽ ഒരു അഭയാർത്ഥി ക്യാമ്പുണ്ട്. ആ അഭയാർത്ഥി ക്യാമ്പിൽ, റെസ്ക്യൂ ഹോമിൽ ഒരു കുട്ടിക്ക് അടിയന്തരമായിട്ട് രക്തം വേണം. രക്തം കൊടുക്കാൻ വലിയ മുതിർന്ന ആളുകൾ ആരെയും കാണുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല. അവസാനം തയ്യാറായി വരുന്നത് അധിക പ്രായമൊന്നുമായിട്ടില്ലാത്ത ഒരാൾ തന്നെ, ഒരു കുട്ടി തന്നെയാണ്. അവൻ രക്തം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഉമ്മ വേറെ ഏതോ ഒരു ക്യാമ്പിലാണുള്ളത്. അപ്പോൾ ഉമ്മയുടെ അടുത്തേക്കൊക്കെ എത്തുമ്പോഴേക്ക് സമയം ഒരുപാട് വൈകും, നമുക്ക് പെട്ടെന്ന് രക്തം കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവൻ സമ്മതിക്കുന്നില്ല. അവന് ഉമ്മയെ കണ്ടേ പറ്റൂ. ഉമ്മയെ കണ്ട് അവൻ രക്തം കൊടുക്കാം. അപ്പം അവനോട് കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞെന്താണെന്നറിയോ? അവൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ചോര അവന് കൊടുത്തല്ലേ ഞാൻ മരിക്കൂലേ? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. അത്രയേ ഉള്ളൂ. അവൻ വിചാരിച്ചത് ചോര കൊടുത്താൽ മരിക്കുന്ന അവനല്ലേ വലിയ മനുഷ്യൻ അല്ലേ? ഈ ലോകത്ത് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയാകണത് എങ്ങനെയാണെന്നറിയാം? നമ്മൾ ഉടുത്ത വസ്ത്രത്തിൻ്റെ പേരിലോ, നമ്മൾ വന്ന കാറിൻ്റെ പേരിലോ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആഡംബരങ്ങളുടെ പേരിലോ ഒന്നുമല്ല. നമ്മൾ കൊടുത്ത കാരുണ്യത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ്റെ മനസ്സിൽ നമ്മൾ ബാക്കിയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൾ കൗൺസിലിംഗ് സൈക്കോളജിയാണ് പഠിക്കണം.
പഠിക്കുന്നത് ഇവിടെയാ, മറ്റേ പയ്യന്നൂരാണ് പഠിക്കുന്നത്. അപ്പോൾ പഠനം കഴിഞ്ഞു, അവൾ കോഴ്സൊക്കെ പൂർത്തിയാക്കി. അവൾ പറഞ്ഞൊരു സംഭവമുണ്ട്. അവളുടെ വീട് ഇവിടെ ബേപ്പൂരാ, കോഴിക്കോട്. കോഴിക്കോട് നിന്ന് ട്രെയിന് കയറി പയ്യന്നൂരെത്തണം. കാസർഗോഡിൻ്റെ തുടക്കത്തിലാണ് കോളേജ് കിടക്കുന്നത്. അവിടെ എത്തിയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് രാത്രി ഒരു 10-11 മണിയെങ്കിലും ആവും. രാവിലെ 5 മണിക്കെങ്കിലും ഇറങ്ങുകയും വേണം. അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പ്രയാസമുണ്ട്, കാരണം അവൾക്ക് 3 വയസ്സുള്ളൊരു മോളുണ്ട്. അതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാതെ എല്ലാ ദിവസവും പോയി വരിക. ഒരു ദിവസം ഏകദേശം സമയം മുഴുവനും ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കും. അതിനിടയിലാണ് ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. ഒരു ദിവസത്തെ ടൈം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണല്ലോ പഠിപ്പിക്കുക. ഇത് കേട്ട് 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 ഇവൾക്ക് സങ്കടമായി. ഇവള് പറയാ, കാരണം ഇവൾക്ക് ഒന്നിനും സമയം തികയുന്നില്ല. ഇവളുടെ കുഞ്ഞിനെ കെയർ ചെയ്യാനോ ആ കുട്ടിയുടെ കഥകൾ കേട്ടിരിക്കാനോ ഒന്നിനും സമയമില്ല. അതുകൊണ്ട് ഈ ടൈമിനെ കുറിച്ച് പറഞ്ഞ് 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 ഇവൾക്ക് സങ്കടമായി. ഇവളെ കണ്ണൊക്കെ നിറഞ്ഞ്. അപ്പം തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി ഇവൾ കണ്ണിങ്ങനെ പൊത്തി പിടിച്ചിരിക്കുക. അപ്പല്ലേ ഒരാൾ വന്നിട്ട് അവളെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു, എന്നിട്ട് പുറത്തിങ്ങനെ തലോടിക്കൊടുത്ത്. അതാരാന്നറിയാൻ വേണ്ടി അവളിങ്ങനെ മെല്ലെ സൂത്രത്തിൽ നോക്കുകയാണ് ഇങ്ങനെ താഴേക്ക്. അപ്പം അതാരായിരുന്നു എന്നറിയാം? ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചറായിരുന്നു. ടീച്ചർക്ക് മനസ്സിലായി. ആ ടീച്ചറെ അവൾ മറക്കോ? ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തൊക്കെ ചിലപ്പോൾ മറക്കും. പക്ഷെ ആ ടീച്ചർ ആ മൊമെൻ്റ് മറക്കോ? മനുഷ്യന്മാരുടെ മനസ്സിൽ എന്താ ബാക്കിയാവുക എന്നറിയോ? കരുണ. അതുകൊണ്ട് കരുണയെ ആഘോഷിക്കണം. അതാണ് പോത്തുകല്ലുകാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കരുണയെ ആഘോഷിക്കുകയാണ്. അതത്രയും അടിയന്തരമായി ആവശ്യമുള്ളൊരു കാലമാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഒരു മാഷിൻ്റെ സ്റ്റോറി വായിച്ചിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞിട്ട് മാഷ് ഒരു കുട്ടിയെ കണ്ടുമുട്ടുക. കുട്ടിക്ക് മാഷെ മനസ്സിലായി, പക്ഷെ മാഷക്ക് കുട്ടിയെ മനസ്സിലായില്ല. കുട്ടിയും നല്ല മുതിർന്ന ആളായിട്ടുണ്ട്, താടി മീശയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മാഷിക്ക് അവൻ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു കൊടുത്തു, ക്ലാസ്, പേര്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. മാഷിക്ക് പിടുത്തം കിട്ടുന്നില്ല. മാഷോട് അവൻ പറഞ്ഞു, മാഷേ ഒരു സംഭവം പറഞ്ഞാൽ എന്നെ എന്തായാലും മനസ്സിലാവും. അതെന്താടാ? അതേ, നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിയുടെ വാപ്പ, അച്ഛൻ ഗൾഫിലിരുന്നു. അവന് പുതിയൊരു വാച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവൻ ആ വാച്ച് കെട്ടിയിട്ട് ക്ലാസ്സിൽ വന്ന്. ഉച്ചയായപ്പോഴേക്ക് വാച്ച് കാണാനില്ല, വാച്ച് മിസ്സിങ് ആയി. മാഷിക്ക് ഉറപ്പായി അത് ക്ലാസ് വിട്ട് പോയിട്ടില്ല എന്ന്. അതുകൊണ്ട് മാഷ് ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു, കണ്ണടക്കാൻ വേണ്ടി പറഞ്ഞു. കണ്ണടച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നു. മാഷ് എല്ലാവരുടെ കീശയും വേഗം വന്നിട്ട് തപ്പി, എല്ലാവരും തപ്പി. ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടും എല്ലാവരിൽ നിന്നും തപ്പി. ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടി, എന്നിട്ടും മാഷ് വിട്ടില്ല. എല്ലാവരുടേതും ബാഗും തപ്പി, കീശയും തപ്പി ഒക്കെ കിട്ടി. മാഷ് ഒരാളുടെ കയ്യിൽ നിന്ന് അത് കിട്ടിയില്ലേ? ആ കിട്ടി, എനിക്കറിയാം, ഓർമ്മയുണ്ട് സംഭവം. ഞാനായിരുന്നു മാഷ്. എൻ്റെ ബാഗിൽ നിന്നാണത് കിട്ടിയത്. ആ, നീയാണല്ലേ. ഇപ്പം മാഷിക്ക് എന്നെ മനസ്സിലായോ? സംഭവം എനിക്ക് ഓർമ്മയുണ്ടടാ, പക്ഷെ എനിക്ക് നിന്റെ മുഖം ഓർമ്മയില്ല. എന്താ മാഷേ? എൻ്റെ ബാഗിൽ നിന്നല്ലേ കിട്ടിയ, അപ്പം എന്നെ മറക്കുമോ? മറക്കും. അതെന്തുണ്ടാ മാഷേ? എടാ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞില്ലേ? ഞാനും കണ്ണടച്ചിരുന്നു. എനിക്കറിയണ്ട എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളനെന്ന്. എനിക്കറിയണ്ട. എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളൻ എന്ന് പറഞ്ഞ് എനിക്ക് അവനെ അപമാനിക്കാൻ വേണ്ട. ആ സംഭവവും മറന്നു, ആ ആളും മറന്നു, എല്ലാം മറന്നു. എനിക്ക് നിന്റെ മുഖം പോലും ഓർമ്മയില്ല എന്ന് പറയുന്ന കരുണയുടെ മാമരമായി ഒരു മാഷ് മാറുന്നതിൻ്റെ കാഴ്ചയാണത്. ഇതാണ് മാഷ് അല്ലേ? കുറേ കാലം കഴിഞ്ഞാൽ റോബോട്ട് വരും. ഇനി മാഷന്മാർ ആവശ്യമൊന്നും ഉണ്ടാവില്ല. റോബോട്ട് വന്ന് പഠിപ്പിക്കും. റോബോട്ട് വന്നാലും നിലനിൽക്കുന്ന ചില മാഷന്മാരും ടീച്ചർമാരും ഉണ്ട്. അതാരാന്നറിയോ നിങ്ങൾ? മുന്നിലിരിക്കുന്ന ഓരോ കുഞ്ഞിനും ഓരോ ജീവിതമാണ് എന്നും, മുന്നിലിരിക്കുന്ന ഓരോ കുഞ്ഞിനും ഓരോ ജീവിതാന്തരീക്ഷമാണ് എന്നും തിരിച്ചറിയാൻ കഴിയുന്ന മാഷന്മാരും ടീച്ചർമാരും ബാക്കിയാവുകയും പുസ്തകത്തിൽ മലർന്നു കിടക്കുന്ന അക്ഷരങ്ങളെക്കുറിച്ച് മാത്രം അറിയുന്ന മാഷന്മാരും ടീച്ചർമാരും
കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോവുകയും ചെയ്യുന്ന കാലം വരാനുണ്ട്. റോബോട്ടിനെ തിരിച്ചറിയാൻ പറ്റാത്ത ചിലതുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന 30 കുട്ടികൾക്കും 30 ജീവിതമാണ് എന്നും 30 വേഗതയാണ് എന്നും റോബോട്ടിനറിയില്ല അല്ലേ? ചിലർ ഫുൾ A+ കിട്ടിയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തും, ചിലർ ഒരു A+ കിട്ടാതെ ലക്ഷ്യത്തിലേക്ക് എത്തും. ഓരോ മനുഷ്യനും ഓരോ വേഗതയാ. എല്ലാ ദിവസവും നമ്മുടെ പരീക്ഷ എഴുത്ത് നന്നാവുക? എല്ലാ ദിവസവും എൻ്റെ പ്രസംഗം നന്നാവില്ലല്ലോ, എനിക്കറിയാം. ചില ദിവസം ഒന്നിനും കൊള്ളൂല. കാരണം അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവും അല്ലേ? 2 മണിക്കൂർ നേരം പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ഉള്ളിലെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവളുടെ പരീക്ഷയെ ബാധിച്ചു എന്ന് വരാം. ഒരു ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, മനസ്സ്, കുടുംബം, അച്ഛൻ, അമ്മ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോ മനുഷ്യനുണ്ട്. ഓരോ മനുഷ്യനും ഓരോ സ്ട്രെസ്സാണ് അല്ലേ? ആ സ്ട്രെസ് നമ്മളെ എഴുത്തിനെയും ബാധിക്കൂലേ? ഓരോ ആൾക്കും ഓരോ വേഗതയാണ്. ഓരോ ആളും ഓരോ തരത്തിൽ വേഗതയിലാണ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഇറാഖിലൊരു ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ബാഗ്ദാദിലേക്ക് എത്ര ദിവസം നടന്നാലാണ് എത്തുക? എനിക്ക് ബാഗ്ദാദ് പോകണം, എത്ര ദിവസം നടന്നാലാണ് ഞാൻ ബാഗ്ദാദിൽ എത്തുക എന്ന് ചോദിച്ചു. ഇയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇയാൾ പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. ഇയാൾ കൂടെ നടന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, 12 ദിവസം കൊണ്ട് നിങ്ങൾ ബാഗ്ദാദിലെത്തും. അപ്പോൾ ഇയാൾ ചോദിച്ചു, അതെന്താ നേരത്തെ പറയുന്നത്? നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നാ? ഇയാൾ പറഞ്ഞു, എടാ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ വേഗത അറിയില്ലല്ലോ. ഓരോ മനുഷ്യനും ലക്ഷ്യത്തിലേക്കെത്താൻ ഓരോ വേഗതയാണ്. ഇതൊരു അധ്യാപകന്, ഒരു അധ്യാപികക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ ഉള്ളിലെ കരുണയാണ്. കരുണ ഉള്ളവരെ നമ്മളെ മനസ്സിൽ ബാക്കിയേ ഉള്ളൂ, അല്ലാത്തവരാർക്കെങ്കിലും വേണം.